പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സന്തോഷിന്റെ കല്യാണമെല്ലാം കഴിഞ്ഞ് വിക്രമും വേദയും അനിയൻകുട്ടനും രാവിലെ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയും ഗുണ്ടകളൊക്കെ ചേർന്നുകൊണ്ട് തന്നെ ഇവരെ വഴിയിൽ തടയാൻ പ്ലാൻ ചെയ്ത് 2 വണ്ടികളിലായി പുറപ്പെടുന്നുണ്ട്. ജോബി പറഞ്ഞ കാശ് ശ്രീകാന്ത് കയ്യിൽ കൊടുക്കുമ്പോൾ അയാൾ ഒരു കള്ളച്ചിരിയോട് കൂടി തന്നെ ശ്രീകാന്തിനെ നോക്കി. എന്നിട്ട് നേരെ ഇടുക്കി രാജാക്കാട്ടിലേക്ക് വരികയാണ്. സ്വന്തം ഏട്ടനോടുള്ള അടങ്ങാനാവാത്ത ദേഷ്യവും പ്രതികാരവും ഉള്ളിൽ വെച്ചുകൊണ്ടാണ് വേദയും വരുന്നത്. കൂട്ടിന് സേതുവുമുണ്ട്. വിക്രമിനെയും വേദയും അനിയൻകുട്ടനെയും സുരക്ഷിതമായി നാട്ടിലേക്ക് എത്തിക്കണമെന്ന് സന്തോഷ് ഏൽപ്പിച്ചതുകൊണ്ട് തന്നെ സേതു അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം, നമ്മൾ നാട്ടിൽ വന്ന കാര്യം തൽക്കാലം ആരും അറിയണ്ട, പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാർ. നമുക്കാരും അറിയാതെ എങ്ങോട്ടെങ്കിലും മാറണം. അനിയൻകുട്ടനും തിരിച്ചു വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏട്ടൻ എന്ന് പറയുന്ന ആ ദുഷ്ടൻ അവനെ വീണ്ടും ആക്രമിക്കാൻ നോക്കും. അയാൾക്കെതിരെ എല്ലാ തെളിവുകളും ഞാൻ ശേഖരിക്കും. ആ ചന്ദ്രശേഖരൻ അങ്കിളുടെയും ശ്രീകാന്തിനെയും പോലീസ് പിടിയിലാവുന്നതുവരെ തന്നെ നമ്മൾ അവരുടെ മുന്നിലൊരിക്കലും പോകാൻ പാടില്ല. ഇതിന് വിക്രം എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അന്നേരം വിക്രം പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് രാജേട്ടനോടും ജോസഫിനോടും പറഞ്ഞ് സുരക്ഷിതമായ ഒരിടം കണ്ടെത്താമെന്ന്. അവർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും പോകുന്ന ആ വണ്ടി അവരുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് എങ്കിലും ആരും പരസ്പരം കാണുന്നില്ല. അനിയൻകുട്ടന് ബോധം വന്നതറിഞ്ഞ് രാജേട്ടനും ജോസഫുമൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അവർക്ക് താമസിക്കാൻ ഒരു വീടും വിക്രം ഏർപ്പാടാക്കി കൊടുത്തു. അവിടെ അവരെ കാത്ത് ജോസഫും അനിയൻകുട്ടനും തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അനിയൻകുട്ടനോട് എല്ലാവരും സംസാരിക്കാണ്. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് പുളിക്കനെ കൊന്നത് ആരാണെന്ന് അനിയൻകുട്ടൻ വെളിപ്പെടുത്തി. അത് ശ്രീകാന്തും ചന്ദ്രശേഖരും തന്നെയാണെന്ന് വേദവും വിക്രമും നേരത്തെ തന്നെ സംശയിച്ചിരുന്നു. വരുണിനെ കൊല്ലാൻ ആളെ വിട്ടതും അവർ തന്നെയാണെന്ന് അനിയൻകുട്ടൻ പറഞ്ഞു. അപ്പോൾ വരുണിനെ കൊന്നതും അവരാണോ എന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അല്ല, ഇൻസ്പെക്ടർ സാബുവിനെ കൊണ്ട് എൻ്റെ ഏട്ടനത് ചെയ്യിപ്പിച്ചതാണ് എന്ന്. അവരെ രണ്ടിനെയും വെറുതെ വിടാൻ പാടില്ല. എനിക്കങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. കമ്പനി സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതൊക്കെ ചെയ്തത്. ഇനി ഇതിലൊന്നും അയാൾക്ക് ഒരു അവകാശവും ഞാൻ കൊടുക്കില്ല. കമ്പനിയിലെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്ന് എല്ലാം ഞാൻ നേടിയെടുക്കും. വിക്രം അപ്പോൾ വേദയോട് പറയുന്നു, നിന്റെ സ്വത്തുക്കൾ എനിക്ക് വേണ്ട വേദ, പക്ഷേ നിന്റെ ആഗ്രഹം ഇതാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ നിൽക്കും. നീ പറ, എന്താ ഞാൻ ചെയ്യേണ്ടത്? കമ്പനി ലോക്കറിൽ എല്ലാ രേഖകളുമുണ്ട്. മുത്തശ്ശൻ എഴുതിയ വിൽപത്രവും പ്രമാണവും എല്ലാം തന്നെ. ആദ്യം അത് കൈക്കലാക്കണം. പിന്നെ അയാൾ നടത്തിക്കൊണ്ടുവരുന്ന അവിഹിത പണമിടപാടുകളുടെ രേഖകളും അവിടെ ഉണ്ടാവും. മാനേജർക്ക് ഇതെല്ലാം അറിയാം. അയാളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കണം. എങ്കിൽ ഇന്ന് രാത്രി ആരും കാണാതെ നമുക്ക് അവിടെ വരെ കയറാം. നീ പറയുന്ന ഫയലുകളൊക്കെ ഞാൻ എടുത്തു തരാമെന്ന് വിക്രം പറയാണ് വേദയോട്. രാജേട്ടനും സേതുവുമൊക്കെ സഹായത്തിന് കൂടെയുണ്ട്. രാത്രി ഓഫീസിൽ കയറി ലോക്കർ പൊട്ടിച്ച് വേദ എല്ലാ ഫയലുകളും പ്രമാണങ്ങളുമെല്ലാം തന്നെ അവിടെ നിന്നും എടുക്കുന്നു. പുളിക്കനും സാബുവും അക്കൗണ്ട് വഴി അയച്ചു കൊടുത്ത ആ ഒരു പണത്തിൻ്റെ വിവരങ്ങളും വേദയ്ക്ക് ലഭിച്ചു. ലോക്കറിലിരുന്ന ജനങ്ങളെ പറ്റിച്ചുണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപയും അവർ കവറിലാക്കി അവിടെ നിന്നും കടത്തുന്നു. അതേസമയം ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയും ഇടുക്കി എത്താറായി. അവർ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുകയാണ്. ശ്രീകാന്ത് അച്ഛനോട് ഒരു പ്ലാന് ചോദിക്കുമ്പോൾ ചന്ദ്രശേഖരൻ പറയുന്നത് ടോബി വഴി വിക്രം എവിടെയുണ്ടെന്ന് കണ്ടെത്താമെന്നാണ്. വിക്രം അവിടെ എത്തുന്നതിന് മുൻപേ തന്നെ അവൻ്റെ കഥ കഴിയണം. പിന്നെ ജോബിക്ക് കൊടുത്ത കാശ് തിരികെ വാങ്ങി അവൻ്റെ ശല്യവും അങ്ങ് ഒഴിവാക്കണം. അനിയൻകുട്ടനെയും വിക്രമിനെയും തീർത്തിട്ട് അവിടെ നിന്ന് മടങ്ങാവൂ എന്ന് അവരുറപ്പിച്ചു. ഇതൊരിക്കലും വേദ അറിയരുത്. അവളൊരു വക്കീലായതുകൊണ്ട് തന്നെ തെളിവുകളൊക്കെ കണ്ടെത്താൻ അവൾക്ക് പ്രയാസമില്ല. ടോബിയും ഗുണ്ടകളും അവരുടെ അടുത്തേക്ക് വരുന്നു. 1 മണിക്കൂറിനുള്ളിൽ വിക്രമിനെയും അനിയൻകുട്ടനെയും കാണിച്ചു തരാമെന്ന് ജോബി ഉറപ്പ് നൽകി. അപ്പോഴാണ് വിക്രമും വേദയും ആ ഒരു കാര്യം അറിയുന്നത്. ശ്രീകാന്തും സംഘവും തങ്ങളെ തേടി ഇടുക്കിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന്. വിക്രം പറയുന്നത് നമ്മൾ അവിടെ ഇല്ല എന്നറിയുമ്പോൾ അവർ തിരിച്ചു വരുമെന്നും പിന്നെ അനിയൻകുട്ടനെ കൊല്ലാൻ നോക്കുമെന്നൊക്കെ. പക്ഷേ വേദ പറഞ്ഞു, നാളെ അവർ തിരിച്ചു വരുമ്പോൾ ഈ ദുരന്തമായിരിക്കും അവരെ കാത്തിരിക്കുന്നത്. ഈ തെളിവുകളെല്ലാം തന്നെ ദർശനെ ഏൽപ്പിക്കണം. കോടതിയിൽ ഇതെല്ലാം ഹാജരാക്കണം. അവരെ പോലീസിനെ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അമ്മയുടെയും ഓഫീസിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഏറ്റെടുക്കും. ശ്രീകാന്തിന് ഒന്നും തന്നെ കിട്ടില്ല. വേദ അപ്പോൾ തന്നെ ദർശനെ വിളിച്ചു. വേദ എവിടെയാണെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ഇത്രയും ദിവസം ദർശൻ. വേദ ഉടനെ തന്നെ ദർശനോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എല്ലാവരും കൂടി നേരിൽ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അനിയൻകുട്ടൻ വെളിപ്പെടുത്തിയ സത്യങ്ങളും പുളിക്കൻ്റെ മരണത്തിന് പിന്നിലെ രഹസ്യങ്ങളെല്ലാം കേട്ട് ദർശൻ ആകെ അമ്പരന്നു. തൻ്റെ അച്ഛനും ശ്രീകാന്തും ചെയ്ത വലിയ തെറ്റാണിത് എന്നും വേദയുടെ കൂടെ താൻ നിൽക്കുമെന്നും ദർശൻ ഉറപ്പ് നൽകി. തെളിവുകളെല്ലാം ശേഖരിച്ച് നാളെ തന്നെ അവരെ കൊടുക്കണമെന്ന് ദർശൻ പറഞ്ഞു. വേദ എല്ലാ ഫയലുകളും ദർശനെ ഏൽപ്പിച്ചു. ഇടുക്കിയിലെത്തിയ ശ്രീകാന്തും ചന്ദ്രശേഖരനും ജോബിയോട് ഇനി എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുന്നു. രാജാക്കാട്ടിലെ വീട്ടിലാണ് വിക്രം വേദയും ഒളിഞ്ഞു താമസിക്കുന്നത് എന്ന് പറയാണ് ജോബി. ഉടനെ ശ്രീകാന്ത് ഗുണ്ടകൾക്ക് സിഗ്നൽ കൊടുക്കുകയും അവർ ജോബിയെ കാറിനകത്തേക്ക് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ജോബിയുടെ ബാഗിലുണ്ടായിരുന്ന പണം ശ്രീകാന്ത് കൈക്കലാക്കി.
ജോബി മരിച്ചു എന്ന് അവർ കരുതി. അവർ അയാളെ റോഡരികിലെ ഒരു താഴ്ചയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് അവർ വിക്രമിൻ്റെ വീട് ലക്ഷ്യമാക്കി അവിടെ നിന്നും നീങ്ങി. അവിടെ എത്തിയപ്പോൾ വീട് പൂട്ടിയിരിക്കുന്നത് കണ്ട് അവർ ആകെ നിരാശയായി. നേരം വെളുക്കുന്നതുവരെ കാറിലിരിക്കാൻ അവർ തീരുമാനിച്ചു. ഇതേ സമയം പരിക്കേറ്റ് കിടന്ന ജോബിയെ എസ്റ്റേറ്റ് തൊഴിലാളികൾ കണ്ടെത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. പോലീസ് ജോബിയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ശ്രീകാന്തും സംഘവും തന്നെ ചതിച്ചതാണ് എന്നും കൊല്ലാൻ നോക്കിയതാണ് എന്നും ജോബി മൊഴി നൽകി. പണമെല്ലാം തന്നെ അവർ തിരിച്ചെടുത്തുവെന്നും ഉടനെ തന്നെ അവരെ പിടിക്കണമെന്നും ജോബി ആവശ്യപ്പെട്ടു. ഗീവർഗീസിനെ വിളിച്ച് പോലീസ് വിവരങ്ങളൊക്കെ അറിയിച്ചു. ഗീവർഗീസ് വിക്രമിനെ വിളിച്ച് ഉടനെ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറഞ്ഞു. ജോബി രക്ഷപ്പെട്ട വിവരവും അയാൾ നൽകിയ മൊഴിയും വിക്രം വേദയോട് പറഞ്ഞു. അവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ വീണു എന്നാണ് വിക്രം പറയുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്യാൻ പുറപ്പെട്ടു. നേരം പുലർന്നപ്പോൾ ശ്രീകാന്തും സംഘവും ചായക്കടയിൽ നിന്ന് വിക്രമിനെ കുറിച്ച് അന്വേഷിച്ചു. വിക്രമും വേദയും നാട്ടിലേക്ക് പോയി എന്ന് കടക്കാരൻ പറയുമ്പോൾ അവർ ആകെ ഞെട്ടിപ്പോയി. ഉടനെ അങ്ങോട്ടേക്കെത്തിയ പോലീസ് ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ഗുണ്ടകളെയും അവിടെ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്തു. ജോബിയെ കൊല്ലാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അവരെ കൊണ്ടുപോകുന്നത്. ദർശൻ അപ്പോൾ തന്നെ അവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും അനിയൻകുട്ടൻ്റെ മൊഴിയും പോലീസിനെ കൈമാറി. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്കും വിവരം കൈമാറി. 2 കൊലക്കേസുകളിൽ അവരിപ്പോൾ പ്രതികളാണ്. പോലീസ് അവരോട് പറഞ്ഞു. വരുൺ കൊലക്കേസും പുളിക്കൻ മരണവും അവരുടെ തലയിലായിരിക്കുന്നു. വിക്രം ശങ്കരനാരായണനോട് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. തൻ്റെ മകൻ ഇത്രയും വലിയ കുറ്റവാളിയാണെന്ന് ശങ്കരനാരായണൻ അതോടുകൂടെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ശ്രീകാന്തിനും ചന്ദ്രശേഖരനും അർഹിക്കുന്ന ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് ശങ്കരനാരായണൻ ആഗ്രഹിച്ചു. കോടതിയിൽ വെച്ച് വേദ അവരെ നേരിട്ടു. പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തത് എന്ന് വേദ പറഞ്ഞു. ഇനി ഒരിക്കലും ഒരു കാരണവശാലും അവർക്ക് ഈ സ്വത്ത് ലഭിക്കില്ല എന്ന് വേദ തറപ്പിച്ചു പറയാണ്. ദർശൻ വന്ന് അവർക്ക് ജീവപര്യന്തം തന്നെ ശിക്ഷ ഉറപ്പാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിച്ചു. അർഹിക്കുന്ന ശിക്ഷ വാങ്ങി ശ്രീകാന്തും ചന്ദ്രശേഖരനും നേരെ ജയിലിലേക്ക് പോയി. നീതിന്യായ വ്യവസായിയുടെ മുന്നിൽ തല കുനിച്ചു നിൽക്കുന്ന ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും നോക്കിക്കൊണ്ട് വേദ ഒന്ന് പുച്ഛിച്ച് ചിരിച്ചു. ആ ചിരിയിൽ കാലങ്ങളോളം താൻ അനുഭവിച്ച വേദനയും തൻ്റെ പ്രിയപ്പെട്ടവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്കുള്ള മറുപടിയും ഉണ്ടായിരുന്നു. കോടതിക്ക് പുറത്ത് വിക്രമും ദർശനും വേദയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുമ്പോൾ അയാൾ അവസാനമായി വേദയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവിടെ സഹോദരൻ്റെ സ്നേഹം ഒരംശം പോലും ബാക്കിയില്ല എന്ന് കണ്ടപ്പോൾ അയാളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അധികാരം കെട്ടിപ്പടുക്കാൻ നോക്കിയ ചീട്ടുകൊട്ടാരം തകർന്നു വീണത് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ചന്ദ്രശേഖരൻ അങ്കിൾ താൻ ചെയ്ത പാപത്തിൽ തളർന്നു പോയിരുന്നു. അയാളുടെ മകൻ ദർശൻ പോലും അച്ഛനെ തള്ളിപ്പറഞ്ഞത് ആ വൃദ്ധന് സഹിക്കാനായില്ല. കോടതി നടപടികൾക്ക് ശേഷം വിക്രമും വേദയും നേരെ പോയത് അവരുടെ വീട്ടിലേക്കല്ല, മറിച്ച് അനിയൻകുട്ടൻ സുരക്ഷിതമായി താമസിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഇടത്തേക്കായിരുന്നു. വേദയെ കണ്ടപ്പോൾ അനിയൻകുട്ടൻ്റെ കണ്ണുകൾ തിളങ്ങി. വേദേച്ചി, ഇനി ആരും നമ്മളെ ഉപദ്രവിക്കില്ലല്ലോ അല്ലേ? അവൻ പേടിയോടുകൂടെ ചോദിച്ചു. വിക്രം അവൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. ഇല്ലടാ, നിന്നെ തൊടാൻ ഇനി ആരും ധൈര്യപ്പെടില്ല. പിറ്റേന്ന് വേദ തൻ്റെ ഓഫീസിലേക്കെത്തി. ശ്രീകാന്ത് അവിഹിതമായി സമ്പാദിച്ചു വെച്ച എല്ലാ രേഖകളും അവൾ റദ്ദാക്കി. സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നും അയാൾ തട്ടിയെടുത്ത പണം തിരിച്ചു നൽകാനുള്ള നടപടികൾ അവൾ ആരംഭിച്ചു. കമ്പനിയുടെ അധികാരം ഔദ്യോഗികമായി വിക്രമിൻ്റെ പേരിലേക്ക് മാറ്റാനായിരുന്നു വേദയുടെ തീരുമാനം. പക്ഷേ വിക്രം അത് സ്നേഹപൂർവ്വം നിരസിച്ചു. വേദ, എനിക്ക് നിന്റെ പണമോ പദവിയോ ഒന്നും വേണ്ട. നമ്മുടെ സന്തോഷം മാത്രമാണ് എനിക്ക് പ്രധാനം. ഈ കമ്പനി നീ തന്നെ നടത്തണം. ദീപ്തിയും കൂടെ നീ കൂടെ കൂട്ടണം. വേദ പുതിയൊരു വിൽപ്പത്രം തയ്യാറാക്കി. അതിൽ പകുതി സ്വത്ത് ദീപ്തിയുടെയും ചെറിയൊരംശം വിക്രമിൻ്റെയും പേരിൽ എഴുതി വെച്ചു. ബാക്കി പകുതി അനാഥരായ കുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ശ്രീകാന്തിൻ്റെ ഭാര്യയും മക്കളും തെരുവിൽ ഇറങ്ങേണ്ടി വരാതിരിക്കാൻ വേണ്ടി അവർക്കായി ഒരു ചെറിയ വീട് മാത്രം അവൾ വിട്ടുകൊടുത്തു. മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ജയിലിൻ്റെ അഴിക്കുള്ളിൽ കടന്ന് ശ്രീകാന്ത് ഒറ്റപ്പെട്ടു. പുറത്തു വേദയും വിക്രമും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു. ശങ്കരൻ തൻ്റെ മകൻ ചെയ്ത തെറ്റുകൾക്ക് പ്രായശ്ചിത്തമെന്നോണം വേദയുടെ കൂടെ തന്നെ നിന്നു. ഒടുവിൽ സത്യം ജയിക്കുകയും തിന്മകൾ എരിഞ്ഞടങ്ങുകയും ചെയ്തപ്പോൾ ആ ഒരു വീട്ടിൽ വീണ്ടും സന്തോഷത്തിൻ്റെ വിളക്കുകൾ തെളിഞ്ഞു. വിക്രമിൻ്റെയും വേദയുടെയും പ്രണയം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ രംഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.